അവരെന്തായിരിക്കും കേട്ടോ സംസാരിക്കുന്നത്? വാപ്പാടെ രണ്ടാം സുന്നത്തിന്റെ ആയിരിക്കും ജോയില്. അച്ഛാ, ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വിട്ടു. ഇതിനെവിടെ കൊടുക്കുന്നുണ്ടോ? ഒരു പെണ്ണുണ്ണി. ഞാനൊക്കെ എന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്തിയവനാ. അപ്പുറത്ത് ഗോപാലങ്ങളുടെ കൂടെ പോയത്. ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും മുഖത്തോക്ക് സംസാരിക്കാറില്ല ആണുങ്ങളുടെ. എന്താ അവരെ കൂമാളായിരുന്നു? അതൊക്കെ പോട്ട്. ഇവിടെ എനിക്ക് തിന്നാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? സ്വിഗ്ഗി വിശക്കുമ്പോ അവര് കൊണ്ടുതരും. എനിക്ക് അങ്ങനെ കണ്ടവന്മാര് കൊണ്ടുതരുന്ന ഫുഡൊന്നും വേണ്ട. നാടൻ കച്ചവടം കുടിച്ചോണ്ടിരിക്കും. ഒരു 8:45 നമുക്ക് ഇൻഷാല്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സ്ഥലമൊന്നും നമ്മള് പറയണില്ല. ആരും പറയുന്നത് ഒരു പരിപാടിക്ക് ഇന്നേ വരച്ച ടൈമിൽ ഇവിടെ അറിയുമോ? ഇപ്പൊ ഒരു പരിപാടിക്ക് 5 മണിക്കെല്ലാം പറഞ്ഞ 5 മണിക്കെല്ലാം പറഞ്ഞ കല്യാണത്തിന് 8 മണിക്ക് പോണത്. ആ ഓരാണ് എന്നോട് ഓൺ ടൈമിൽ ഇറങ്ങണത്. എന്ത് ബിസിനസ്? പഞ്ഞിക്കച്ചവടം. ഏതോ നല്ല പരിപാടിയാ അത്. പിള്ളേർ ചെയ്യട്ടെ. എന്തിന്? തന്റെ അടിയന്തരത്തിന് മൂക്കി കേറ്റാനോ? വേറെ പ്ലാൻ ഉണ്ട്. PSC ചായക്കടികൾ. അതിനാടാ PSC? ബിടെക് എഴുതി തോറ്റൊരു ബിടെക് ചായ ഇടുന്നു. PSCക്ക് പോയി ഉണ്ടായിരിക്കുന്നവർ PSC ചായ കടി. നമ്മളങ്ങനെ ചീപ്പ് കടികളല്ല, വെറൈറ്റി. എന്ത്? കൊച്ചുള്ളി വട, കായംകുളം കൊച്ചുണ്ണിയുടെ ആരുമല്ല. ഇനി ആ പേര് ഇഷ്ടമായില്ല, ഞങ്ങൾ അച്ഛന്റെ പേര് ഇടായിരിക്കും. എന്ത്? ഗോപാലിന്റെ കൊച്ചുണ്ണി വട എന്ന് കൊള്ളായിരുന്നല്ലേ? വെറൈറ്റിയോ? ഇടയന്മാരെന്തോടോ ഇങ്ങനെ? എടോ, ഞാൻ ഇവന്മാരടുത്ത് പറഞ്ഞേ വെറൈറ്റി ആയിട്ട് മന്തിക്കടവല്ലോ വിടാൻ. ബ്രോക്കർ വിചാരിച്ച എനിക്ക് നല്ല വധുവിനെ കിട്ടൂല്ലേ? എടാ, ബേക്കറിയിൽ ഇപ്പൊ നല്ല ലഡു കിട്ടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഫുള്ള് മായാജാല. പൊട്ടമൂപ്പിലെ ബ്രോക്കർ വിചാരിച്ച എനിക്ക് നല്ല വധുവിനെ കിട്ടില്ലെന്ന്. എടാ, അതല്ലേ ഇപ്പൊ തിരക്കിക്കൊണ്ടിരിക്കുന്ന പെമ്പിള്ളാർക്കൊക്കെ ഇപ്പൊ ഗ്രീൻ ഫ്ലാഗ് വേണ്ടെന്ന്, റെഡ് ഫ്ലാഗ് മതി. കമ്മ്യൂണിസ്റ്റുകാരെ മതിയോ പെണ്ണുങ്ങൾക്ക്? ഓ മോനെ, പെമ്പിള്ളാർ പറഞ്ഞത് നീ വെറും പോഴയാന്ന്. ഒന്ന് കലിപ്പിച്ചൊന്ന് ദേശിക്ക് മോനെ. ഓ, രണ്ടുള്ളി മൂത്രം അങ്ങ് പോയി. ബ്രോക്കർ, അതെ നമ്മുടെ വീടും പ്രോപ്പർട്ടിയുടെ കാര്യം അറിയാലോ. ഇയാളെ വീട് കുറച്ച് പേപ്പർട്ടാണെങ്കിൽ കോർപ്പറേഷനിൽ പോയി പറയണേ. എന്റെ അടുത്ത് പറയുന്നത് എന്തിന്? അടുത്ത കാണിക്ക്. ദീപിക 22 വയസ്സ്. ദീപിക പഠിക്കുവാണോ? ദീപിക പഠിക്കണോ കേട്ടോ? നീ രൺവീർ സിംഗോ? പഠിക്കുവാണോ? പഠിക്കുക. പക്ഷെ കുടുംബക്കാർക്ക് 2 അടിക്കുന്ന പയ്യന്മാരാണ് വേണ്ടത്. മദ്യസേവ പറ്റില്ല. മദ്രസേവ എനിക്കും പറ്റില്ല. ഷുഗർ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ. മദ്യസേവയാണെങ്കിൽ ഞാൻ റെഡിയാ. കവട്ട അവർക്ക് വേണ്ട. നിന്റെ മൂത്തവന്റെ കല്യാണത്തിന് യവനെ കണ്ടില്ലല്ലോ. അതിന് മണ്ഡപത്തിൽ ഇവൻ വേണ്ടേ? കല്യാണത്തിന് നടന്ന 4 പന്തിയുടെ ഫോട്ടോയിൽ ഇവന്റെ തലയുണ്ട്. അതിന് മന്തി ഇല്ലായിരുന്നല്ലേ? മന്തി അല്ലടാ പന്നി, പന്തി. എന്റെ മോന്റെ കല്യാണമാണ്. കല്യാണത്തിന് കുണാഫ കാണുമോ? നിന്റെ കുണാഫ എന്റെ കയ്യിലാണ്. കുണാഫ ഇല്ലാതെ കേട്ടാ. അതെ, ഇപ്രാവശ്യത്തെ പള്ളി പെരുന്നാളിന് ജോസിന്റെ സ്റ്റാള് പൂട്ടിക്കണം. കൂട്ടാളിയോ? അതല്ലേലും 10 മണിയാവും പൂട്ടുമല്ലോ. ആ മോത വിഴുങ്ങി കച്ചവടം പൊളിക്കണോന്ന്. അയ്യോ, അവിടത്തെ പുള്ളി കച്ചവടാ. എന്റെ മാസം നിനക്ക് മനസ്സിലായോ? അലക്സേ, നീ മുൻകൈ എടുക്കണം. മുൻകൈ എടുക്കണോന്ന്. എടാ, ഞാൻ അവന്റെ അടുത്ത് ഇഷ്ടമാണെന്നല്ല പറഞ്ഞു. അവൻ ഇത്ര നാണം വരെ. അവനിപ്പോ ഏതോ പെണ്ണുമായിട്ട് വിളിയും ചിരിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഇല്ലാത്ത ക്യൂട്ട്നെസ്. നീ അവനെ വീക്ഷിച്ചു നോക്കേ. എടാ, നീ ഇവനെയാണോ വിളിക്കുന്നത്? അല്ലല്ല, പെണ്ണ. നീ അവനെ പിടിച്ച് മാറ്റില്ലോ? നിന്നു 2 പട്ടിക്കുട്ടികളോ? പണ്ട് 2 പട്ടികളെ കല്ലെടുത്തെറിയുന്നവനാ. ചിലപ്പോ ആ പട്ടികളുടെ കൊച്ചുങ്ങളായിരിക്കും അത്. നിന്റെ തലയിൽ എന്താ തലച്ചോറല്ലേ? മന്തിയാ? മാഷ, ഈ തിരുവനന്തപുരം വരെ പോവാനേ എത്ര കിലോമീറ്റർ കാണും? ഒരു 64 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടോ? കൂടുമല്ലേ? അപ്പൊ അവിടെ ചെന്നിട്ട് നേരത്തെ ഇറങ്ങണം. ഓച്ചയ്ക്ക് വേദനയ്ക്കൂടാ. അങ്ങനെ അത് പൊങ്ങുന്നോ? ഏത്? എന്റെ അപ്പക്കൊരു മരുമോൾ വേണം, എന്റെ ഉമ്മക്കൊരു മോള് വേണം, എനിക്കൊരു വൈഫിനെ വേണം, തരുമോ ആരേലും? എന്താ
അർത്ഥവത്തായ വരികളല്ലേ? ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ, ഇനി മേലെ പറയല്ലേ. നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാടുവേ. ബ്രില്യന്റ്. കാര്യമ്മ കരയാമേ അല്ല കാര്യസ്ഥ ആ ചെത്തിയെടുത്ത് തന്നെ ഒന്നുകൂടെ ചെത്ത്. എന്തിനാ മോനെ കിണർ കുത്താൻ? എടാ ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ഹീസ് എ വണ്ടർഫുൾ മാൻ. ബ്രോന്റെ ഡാഡി എനിക്ക് ഡാഡി ഇല്ല. സാഡ്. എന്റെ അച്ഛൻ റബ്ബർ വെട്ടാണെന്ന് ഇവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവൻ ഇവന്റെ അച്ഛൻ ലുലുമാളിന്ന് ഓഫറിന് വാങ്ങിച്ചത്. അല്ല ദുബായില് ലുലുമാൾ ഉണ്ടോന്ന് ചോദിച്ചു. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ് അല്ലേ സച്ചു? അതെ അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാളെന്ന് ഇടാൻ വെച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മോളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ കല്യാണം നടത്തുന്നത്. പച്ച കള്ളാടാ. എന്നിട്ട് അവൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവളെന്താ പറഞ്ഞത്? അതറിയണമെങ്കിൽ താൻ അവളെ വിളി, അല്ലാതെ എനിക്കറിയില്ല. ചോദിച്ചിട്ടല്ലേ ഈ കല്യാണം ഉറപ്പിച്ച്? അതിൽ നോക്കിയാൽ ഉത്തരം കിട്ടില്ല, പ്രിൻസേ കിട്ടൂ. എടാ എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണോ? എന്റെ പൊന്നു മോനെ, നിനക്ക് ഞാൻ എന്റെ ഇളയ മോളെ കെട്ടിച്ചേരാം. അവൾ ഇവിടെ കണക്കല്ല, വീടിന്റെ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല കേട്ടോ. മല്ലികേ മല്ലികേ കണ്ട വിളി പോലും കേൾക്കുന്നില്ല. തന്റെ മോളല്ലേ, അവളെ അടുക്കള വരിയിലെ കിണ്ണത്തെ പോയിട്ട് ഓടിക്കാണും. നിങ്ങൾ ചേട്ടന്റെ വീട്ടിൽ കയറ്റില്ലേ? ഇല്ല, ഇന്റർകാസ്റ്റ് മാരേജ്. രജിസ്റ്റർ മാരേജ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അച്ഛാ പൊറുക്കണം. എന്നിട്ട് ഇതിനെ കൊണ്ട് പെറുക്കാനില്ലേ, പൊറപ്പിക്ക. തണ്ണിക്കുട്ട കയറി വാ. ഒന്നും പറയാനില്ല ഡയറക്ടർ. ഇവര് പറയട്ടെ. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. നിന്റെ പേരെന്തുവാണ്? ശംഭു. വായിലെന്തുവാന്നല്ല ചോദിച്ച. അതെ, ശംഭുകുമാർ. വെള്ളം വെള്ള. നീ യേശുദാസിന്റെ ഇല്ല, സാറിന്റെ ഡ്രൈവറാണ്. ലൈസൻസ് ഇല്ല. ഇല്ല, എനിക്ക് ലേണേഴ്സ് ഉണ്ട്. മലയാളി മടിയൻ ഇടിയൻ സാറിനെ മാറ്റിയിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടു. 19.8 പവനാണ് പോയേക്കുന്നത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ശംഭു, ആ കണക്കൊന്ന് പറയൂ. ടെൽ മീ ദ മാത്തമാറ്റിക്സ്. അല്ല, ഒരു വീട്ടിൽ 25-50 പവൻ കാണുമല്ലോ. അയ്യോ സാറാ പാവാ. ആ പാവയുടെ ബാറ്ററി ഞാനൊന്ന് പോയി. കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കട്ടവനെ പ്രതിയാക്കും. ഇതിന്റെ തത്വം പോലും നിനക്കെതിരാണല്ലോ. തൊണ്ടി അവിടെ തൊണ്ടി. ആ ഫയർമാൻ സിനിമ ഞാനും കണ്ടതാ. കണക്ക് പറഞ്ഞ പ്രതിയാവൂ. ഹൗ ഡെയർ യു. ചമ്മന്തി അല്ലടാ, മുട്ട വറുത്തം കൊണ്ട് തരാം. അണ്ണനോടൊന്ന് പറയട്ടെ, ഇവനെ ഒന്ന് ഉപദേശിക്കാനെന്ന്. കാര്യമൊന്നും അണ്ണനോട് ഞാൻ പറയട്ടെ. ആഹാ, അണ്ണാ അണ്ണാന്ന് വിളിച്ച വാവുണ്ട് എന്നെ വിളിപ്പിക്കരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.